ഇല്ല കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ രാവിലെ കണി കാണാനുള്ള വിഷുക്കണിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നയനയും നവ്യയും നന്ദു എല്ലാരും കൂടെ ചേർന്നിട്ട് ആ സമയത്ത് നന്ദുന്റെ മുഖം തെളിയുന്നുണ്ടായിരുന്നില്ല. നന്ദുന്റെ മുഖത്തൊരു കാർമേഘം ഉരുണ്ടുകൂടിയതുപോലെ നയനയ്ക്കൊക്കെ തോന്നുവാണ്. നയന ചോദിച്ചു, എന്ത് പറ്റി നന്ദു, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോ കനക പറഞ്ഞു, മിക്കവാറും പോകുന്നതിന്റെ ടെൻഷൻ ആയിരിക്കും എന്ന് പറയണം. നന്ദു പറഞ്ഞു, അത് പിന്നെ എനിക്കറിയാം നന്ദൂട്ട നിന്റെ മനസ്സ്. നീ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും നിന്റെ മനസ്സ് നല്ല ടെൻഷൻ ഉണ്ടെന്നറിയാം. ഇതുവരെയായിട്ട് നീ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ലോ, ആദ്യമായിട്ടല്ലേ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോണേ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിനക്ക് എന്താണെങ്കിലും ഉണ്ടാവും പറയാം. നന്ദു പറഞ്ഞു, അത് ശരിയാ അമ്മ പറഞ്ഞ്, ഞാൻ ഇതുവരെയായിട്ട് മാറി നിന്നിട്ടില്ല, അതിൻ്റെതായ വിഷമം എനിക്കുണ്ടെന്ന് പറയണം. പക്ഷെ അത് മാത്രമല്ല, അനി വിളിച്ചോണ്ടിരിക്കുക, ചെല്ലാത്തതിന്റെ വിഷമം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞിട്ടുണ്ട് ഇവരെങ്ങനെയായിരിക്കും വിചാരിക്കുക. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും വേണ്ടെന്നോർത്തുണ്ട് നന്ദു അവരോടൊപ്പം കൂടാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അവരോടൊപ്പം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നന്ദുവിന്റെ മനസ്സിലേക്ക് അനിയെക്കുറിച്ചുള്ള ചിന്തകളാണ് കയറി വരുന്നത്. അനു കുറെ തവണ വിളിച്ചു, എടുത്തിട്ടില്ല. അനി മാത്രമല്ല തന്റെ ഫ്രണ്ട്സും വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവരെല്ലാരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള വിളിക്കുന്നതാണ്. താൻ ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടമാവുമെന്നറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും. നയനടുത്തിയാണെങ്കിലും നയനടുത്തിന്റെ അമ്മയാണെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു കാരണവശാലും അനി അനാമികം തമ്മിൽ പിരിയാനായിട്ട് ഇടവരില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാകത്തില്ല എന്ന് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പിന്നെ ധൈര്യം സംഭരിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് നവ്യ പറഞ്ഞു, ഞാനൊക്കെ ആയിരിക്കണം ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെ തുള്ളി ചാടൂന്ന് പറയണം. ഇത് കേട്ടപ്പം നയനേശ് അതെന്താ, അല്ല അവള് വലിയ SI ആകാനായിട്ടൊക്കെ പോവല്ലേ, അപ്പൊ എനിക്ക് ഗമയും പത്രാസും ഒക്കെ വേണ്ടേ, ഞാനൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, അല്ല നവ്യേച്ചിക്ക് അറിയാലോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന്. നയന പറഞ്ഞു, അത് ശരിയാ, നന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇതേ ഇല്ലെന്ന് പറയണം. കനക പറഞ്ഞു, പോകുന്നോ കുഴപ്പമില്ല, നീ പോയാൽ പിന്നെ എന്റെ നെഞ്ചിനകത്ത് തീയായിരിക്കും. കാരണം എന്താണെന്നറിയാം, അവിടെ ചെന്ന് ഇനി പ്രശ്നം എന്തെങ്കിലും ഉണ്ടാക്കി 3-ാം ദിവസം ഇങ്ങോട്ട് തിരികെ വരുമെന്ന്. നന്ദൂട്ട ദൈവത്തെ ഓർത്ത് അവിടെ പോയിട്ട് പിടിച്ചു വന്നാണോ, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അറിയാലോ, ഒന്നാമത്തെ കാലം പോലീസ് ക്യാമ്പാണ്. അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 3-ാം ദിവസം അവിടുന്ന് തന്നെ അവരും കൊണ്ട് പറഞ്ഞു വിടുമെന്ന് പറയാം. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലമ്മേ, ഇത് ട്രെയിനിങ് ക്യാമ്പ് അല്ലേ, ആ ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കില്ല എന്ന് പറയണം. പിന്നെ നീ കുറച്ച് ഒതുങ്ങിയൊക്കെ നടക്കണം. അറിയാലോ, നിന്റെ വെട്ടെന്നോ മുറി രണ്ടെന്നുള്ള ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം. കാരണം എന്ത് കണ്ടാലും ചാടി പുറപ്പെടല്ലേ, 1-2 വട്ടം ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനമൊക്കെ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കനകയും നവ്യ നയനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഉപദേശിക്കുന്നുണ്ട്. ആ സമയത്താണ് നന്ദുവിന്റെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവര് നന്ദുവിനെ വന്നിട്ട് വിളിക്കുകയാണ്. അപ്പൊ നന്ദു ഒട്ടും പ്രതീക്ഷയില്ല അവർ അങ്ങോട്ടേക്ക് വരൂ എന്നുള്ള കാര്യം. അങ്ങനെ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പോയി കഥ തുറക്കുകയാണ്. അപ്പൊ ഫോണിൽ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പോഴാണ് അവരെ വന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോ നന്ദു ചോദിച്ചു, നിങ്ങളോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഗോകുല് പറഞ്ഞു, എന്താ നന്ദു ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചില്ലെന്ന് ചോദിക്കുക. അല്ല നിങ്ങളെന്താ അവിടെ നിൽക്കുന്നത്, കയറി വരാനൊക്കെ പറയണ. അങ്ങനെ അവരകത്തേക്ക് അവിടെ കയറി ചെന്നു. അപ്പോഴേക്കും നയന വെച്ച്, ഇതെന്ത് പറ്റി രാത്രിയിൽ എല്ലാവരും കൂടെ, അത് പിന്നെ നന്ദു പോകുമല്ലേ, അപ്പൊ നാളെ വിഷുവൊക്കെ ആകുമ്പോൾ കാണാനും പറ്റില്ല, അതുകൊണ്ട് ഞങ്ങള് നന്ദുവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു ഭാഗത്ത് ഇരിക്കാനൊക്കെ പറയണം. അതെ ഇരിക്കാൻ സമയമില്ല, നമുക്ക് ഒന്ന് കൂടേണ്ടത് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ നന്ദു പറഞ്ഞു, ഇപ്പൊ പോനോ, അല്ല നീ പുറത്ത് വാ, നമുക്കൊന്ന് ഇച്ചേരം ഒന്ന് ചുറ്റിയടിച്ചിട്ട് വരാന്ന് പറയണം. ഇത് കേട്ടപ്പം എനിക്ക് നവയ്ക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം മറ്റൊന്നുമല്ല, നന്ദു ഇങ്ങനെ എപ്പോഴും അവരോട് കറങ്ങാനൊക്കെ പോകുന്ന. ആ സമയം കനക പറഞ്ഞതേ നാളെ നല്ല ഒന്നാന്തരം വിഷു ആയിട്ട്. ഇത് കേട്ടതും നയന പറഞ്ഞു, പോയിട്ട് വരട്ടെ അമ്മേ. നന്ദു ഇനിയിപ്പോ എത്ര നാൾ കഴിഞ്ഞാൽ ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് കറങ്ങാനൊക്കെ ഒന്ന് പറ്റുന്നേ, അവരുമായിട്ട് കുറച്ചാലും പോയി സംസാരിച്ച് ചെയ്തിട്ട് വാ നന്ദു എന്ന് പറയണ. നന്ദു വെച്ചു, അല്ല ഞാനിപ്പോ പറഞ്ഞോന്ന് ചോദിക്കണം. നന്ദുവിന് ആ പടേ ടെൻഷൻ ഉണ്ട്, അനി കാണുമെന്നറിയാം. അല്ല നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. ബുദ്ധിമുട്ടൊന്നുമില്ല, അന്നാ പിന്നെ റെഡി ആയിട്ട് വരാൻ പറയാണ്. അങ്ങനെ അവർ നന്ദുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം കനക പറഞ്ഞു, ഇനിയിപ്പം എത്ര നാൾ കഴിഞ്ഞാൽ ഫ്രണ്ട്സിനോടൊപ്പം ഒന്ന് അവൾക്ക് ചുറ്റിയടിക്കാനായിട്ട് പറ്റുന്നേ. ശരിക്കും പറഞ്ഞാല് ഇവര് ഉള്ളത് കൊണ്ട് മാത്രമാണ് നന്ദു എപ്പോഴും ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നന്ദുവിന്റെ മനസ്സ് പണ്ടേ ഇതായി പോയനും. കാരണം എന്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി ആ സമയത്തൊക്കെ ഈ ഫ്രണ്ട്സ് കട്ട സപ്പോർട്ടുമായിട്ട് അവളോടൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് ശരിയാ അമ്മ പറഞ്ഞു, ഒരു പരിധി വരെ അത് ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാണ്. പിന്നീട് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ അവര് നേരെ അനിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ അനിയുടെ അടുത്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് ആകെപ്പാടൊരു വെപ്രാളവും ടെൻഷനും ഒക്കെ ആയിരുന്നു. കാരണം ഇങ്ങോട്ടേക്ക് വരണം ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഇങ്ങോട്ടേക്ക് വന്ന് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങോട്ട് വല്ലെന്ന് ആഗ്രഹിച്ചിരുന്നേ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ അത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നവും, വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും. ഇനിയിപ്പോൾ വീട്ടില് അമ്മ അറിഞ്ഞാലോ അല്ലെങ്കിൽ ചേച്ചി അറിഞ്ഞാലോ അതൊക്കെ അറിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അനാമിക അനിയും തമ്മിൽ ഒരിക്കലും പിരിയില്ലെന്നാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് താന് അനിയെ കാണാൻ വന്നെന്നും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. അത് വല്ലാത്തൊരു ടെൻഷനായി പോയി.
നന്ദുവിന്. പിന്നീട് നന്ദുവിനെ കണ്ടത് അനി ചോദിച്ചു, എന്ത് പരിപാടിയാണ് നന്ദു നീ കാണിച്ചേ? നിന്നോട് ഇന്ന് വരണമെന്ന് പറഞ്ഞല്ലേ, എത്ര സമയമായി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന അറിയാമെന്ന് ചോദിക്കുക. നീ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാത്തെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, അനി നീ ഇതെന്ത് ഭാവിച്ചാ? നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് വരാൻ പറ്റില്ലെന്ന്? ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, ഓഹോ അപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വരാൻ ഭയങ്കര മടിയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, നിനക്കറിയാലോ എന്റെ അവസ്ഥ എന്താന്ന്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാ. എന്നെ വീട്ടിൽ ഇങ്ങനെ ഇട്ട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. ഒരു വശത്തെ നയനേടത്തി അമ്മയായിട്ടും പിന്നെ നിന്റെ വല്യമ്മയായിട്ടും ഒക്കെ എന്തൊക്കെയാ വന്ന് പറയണമെന്നറിയാവോ? ഒരു കാരണവശാലും നീ അനാമയും തമ്മിൽ പിരിയാൻ പാടില്ലെന്ന്, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്, ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു തടസ്സമായിട്ട് വരില്ലെന്ന്. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? നീ തന്നെ ഒരു മറുപടി പറയണം. അപ്പോഴേക്കും ഫ്രണ്ട്സ് അവരും കൂടെ മാറിക്കൊടുത്തു. കാരണം ഇവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അവരും കൂടെ മാറിക്കൊടുക്കുകയാണ്. ആ സമയം അനി പറഞ്ഞു, എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്. പിന്നെ നീ എന്താ എന്റെ വിഷമം മനസ്സിലാക്കാത്തെ? അനാമേനെ ഇതുവരെയായിട്ടും ഭാര്യയായിട്ട് കാണാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് അവളെ ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. കാരണം അവളുടെ മനസ്സങ്ങനെ ഞാനും അവളുമായിട്ട് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുതേ, നിനക്കറിയാലോ ഒരു കാരണവശാലും നമ്മൾ തമ്മിൽ ഒന്നിക്കാനായിട്ട് പാടില്ല. നമ്മൾ തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേ കലാശിക്കുള്ളൂ. നിനക്കറിയാലോ രണ്ട് വീട്ടുകാർ എന്തായാലും സമ്മതിക്കാനൊന്നും പോകുന്നില്ല. അനാമികയുടെ സ്വഭാവം ശരിയല്ലായിരിക്കും, പക്ഷെ അതൊക്കെ പറഞ്ഞ് തിരുത്തേണ്ട ആള് നീയാണ്. നമ്മൾ രണ്ടും കൂടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നല്ല ബന്ധത്തിലായിരിക്കില്ല ചെന്ന് കലാശിക്കുന്നത്, എനിക്കറിയാലോ എന്ന് പറയണം. പോരാത്തേന് ഞാൻ ആ ട്രെയിനിങ്ങിന് പോവാ. ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനൊന്നും പറ്റത്തില്ല. ഇത് കേട്ടപ്പോൾ നന്ദുവിനോട് അനി പറഞ്ഞു, എനിക്കതാ ഏറ്റവും വലിയ വിഷമം. നീ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കാണാൻ പറ്റില്ലോ. ഒന്ന് വന്ന് കാണാന്ന് വെച്ചാൽ അതിനും പറ്റില്ല. ഫോൺ വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ക്യാമ്പൊക്കെ ആകുമ്പോൾ അതിന് നിയന്ത്രണം കാര്യങ്ങളൊക്കെ കാണില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അതൊക്കെ ഉണ്ടാവുമെന്ന് പറയണം. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് പറയാം. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ട് അനി, വെറുതെ നീ ആ ജീവിതം കളയരുതെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, ഓഹോ ഇത് പറയാനായിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക. എനിക്കാണെങ്കിൽ നിന്നോട് കുറച്ച് സമയം രാത്രി സംസാരിച്ചിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കാരണം ഇന്നും കൂടെ കഴിഞ്ഞാൽ പിന്നെ നിന്നെ എനിക്ക് കാണാനായിട്ട് പറ്റില്ലോ. ആ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു, വേണ്ട അനി, നമ്മളിങ്ങനെ പോയിട്ടുണ്ട് ശരിയാവത്തില്ലെന്ന് പറയണം. നന്ദുവിന് ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ അത് അനിയനെടുത്ത് പുറത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ പ്രതീക്ഷ കൊടുക്കുന്നത് തുല്യമായിരിക്കും. പിന്നീട് അനി പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും നന്ദു. നീ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്നോടം വരെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നന്ദു പറഞ്ഞു, വേണ്ടാത്ത ചിന്തകളൊന്നും അനിയുടെ മനസ്സിൽ വേണ്ട. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറയാണ്. പിന്നീട് പറഞ്ഞു, എനിക്ക് പോകണം, എന്നെ കാണാതിരുന്നിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് സമയം കാണാതിരിക്കുമ്പോഴത്തേനും വീട്ടുകാർക്ക് സംശയം തോന്നും, പോണെന്ന് പറയാണ്. അനി പറഞ്ഞു, നന്ദു പ്ലീസ് കുറച്ച് സമയം കൂടി ഇരിക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നൊക്കെ പറയാണ്. ഈ സമയം ആദർശ് നയനെ വിളിക്കുകയാണ്. കോള് കണ്ടു കഴിയുമ്പോഴത്തേനും നയനെ കോൾ എടുത്തു. എന്നിട്ട് എന്ത് പറ്റി ആദർശേട്ടാ, നമ്മളൊക്കെ ഓർക്കുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. ഇതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല പകല് പോലും ഒന്നും വിളിച്ചില്ല, ഞാൻ വിളിച്ചിട്ടാണ് കോളിട്ട് എടുത്തിട്ടില്ലെന്ന് പറയാണ്. എനിക്കറിയായിരുന്നു വിഷുവിൻ്റെ അന്ന് വിളിക്കുമെന്നുള്ള കാര്യം. എന്തിന്? അല്ല വിഷുവിൻ്റെ അന്ന് ഞാനിവിടെ ഉണ്ടാണെന്ന് ആദർശൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ഉണ്ട്. അല്ല മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ, എന്നെ കണി കാണുന്നത് ചതുർത്ഥിയായിരുന്നല്ലോ എന്ന് പറയാം. അത് മുമ്പ് അങ്ങനെയായിരുന്നു, ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലല്ലോ, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലല്ലേ, അതുകൊണ്ട് നീ ഇവിടെ വേണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ നയൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, നന്ദു പോകുമല്ലേ, അപ്പൊ നന്ദുവിനോട് അപ്പൊ ഈ വിഷു ആഘോഷിക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ടാണ് ഞാൻ വരായിരുന്നേന്ന് പറയണ. ആദർശാന് സങ്കടം ഉണ്ടോന്ന് ചോദിക്കുക. സങ്കടം ഉണ്ടോന്ന് ചോദിച്ചാൽ സങ്കടം ഉണ്ടെന്ന് പറയണ. അല്ല വിഷുക്കണിയൊക്കെ ഒരുക്കുമെന്ന് ചോദിക്കും. ദേ ഇവിടെ ഒരുക്കി കഴിഞ്ഞു, അവിടെയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും പറഞ്ഞു, ഇവിടെ അമ്മ അവരൊക്കെ ഒരുക്കുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദുവിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, നന്ദുവിന് നല്ല വിഷമമുണ്ട്, പോകുന്നതിന്റെ വിഷമമുണ്ട്. ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്, അവരോടൊപ്പം ഒന്ന് പുറത്ത് പോയേക്കോന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആദർശ് ചോദിച്ചു, ഫ്രണ്ട്സ് വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കുക. അതെ, അതെന്താ ആദർശേട്ടാ അങ്ങനെ ചോദിച്ചാൽ? അങ്ങനെയാണെങ്കിൽ ഇത് അനിയെ കാണാനുള്ള പോക്കായിരിക്കും എന്ന് പറയണം. അനിയെ കാണാനാ? അതെ, അവരും ഫ്രണ്ട്സ് വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നേരെ അനിയുടെ അടുത്തേക്കായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത്. അവർ ഒരുമിച്ച് സംസാരിക്കുമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നയനയിലൊരു ഞെട്ടലുണ്ടായി. ഒരു കാരണവശാലും ഇനി അവർ തമ്മിൽ കാണലെന്ന് ആഗ്രഹിച്ചാണ്, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ സംഭവിക്കുന്നത്. പെട്ടെന്ന് നയന പറഞ്ഞു, ശരി ആദർശേട്ടാ, ഞാൻ ഫോൺ വെക്കട്ടെ, ഞാൻ നന്ദുവിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നന്ദുവിനെ വിളിക്കണം. നന്ദുവിനെ വിളിച്ചിട്ട് നന്ദു കോൾ എടുത്തില്ല. നയനെ വിളിക്കുന്നതപ്പം നന്ദുവിന് മനസ്സിലായി നയനടുത്തി താൻ എത്താത്തതുകൊണ്ട് ഇനിയിപ്പം എന്തെങ്കിലും സംശയം തോന്നിട്ട് വിളിക്കുന്നതാണോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷനൊക്കെ നന്ദുവിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അനിയോട് പറഞ്ഞു, ഞാൻ പോയേക്കും, അത് നയനടുത്തി വിളിക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ നന്ദു പെട്ടെന്ന് തന്നെ അവിടുന്ന് പോരുവാണ് ഇങ്ങോട്ടേക്ക്. ഈ സമയം നയനെ ഓർത്തു, ഇതെങ്ങനെ പോയിട്ടുണ്ട്, എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. ഓരോ ദിവസം ചെല്ലുന്നവരും അവർ തമ്മിൽ അടുപ്പം കൂടി വരിക, അത് ആപത്തിലോ ചെന്ന് കലാശിക്കുള്ളൂ, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ നയനെ വിചാരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അത് മാത്രമല്ല ഇനിയിപ്പം വിഷുവിൻ്റെ അന്ന്
ഇവിടുത്തെ വീട്ടിൽ നിന്ന് നേരെ നയന അങ്ങോട്ടേക്ക് അന്തപുരിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ദേവേനയും നയനയും കൂടെ ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് ആദർശിന് ചില സംശയങ്ങളൊക്കെ തോന്നി. ആദർശ് പോയി അവരുടെ കള്ളത്തരങ്ങളൊക്കെ കൈയോടെ പിടികൂടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്.